അമർനാഥ് തീർത്ഥാടന യാത്ര ജൂലൈ 2-ന് ആരംഭിക്കും. തീർത്ഥാടന യാത്രയുടെ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജിഷ്ണു തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ജിഷ്ണു, എന്തൊക്കെ പ്രധാനപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്? ഇവിടെ അമർനാഥ് തീർത്ഥാടന യാത്ര ജൂലൈ 2-നാണ് ആരംഭിക്കുന്നത്. ജൂലൈ 2-ന് ജമ്മുവിലെ ബേസ് ക്യാമ്പിൽ നിന്ന് വാഹന വ്യൂഹത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ഉണ്ടാകും. അവിടെ നിന്ന് തീർത്ഥാടകരെ വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ടായിരിക്കും അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്കായി കൊണ്ടുപോവുക. അതിൻ്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചിട്ടുള്ളത്. വിവിധ ഏജൻസികളുടെ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. പ്രത്യേകിച്ച് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ CRPF-ൻ്റെയും സൈന്യത്തിൻ്റെയും പ്രത്യേക പരിശോധനയും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ CCTV ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന CCTV ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള മുഴുവൻ സമയ നിരീക്ഷണം ജമ്മു ശ്രീനഗർ ദേശീയപാതയിലും ഒപ്പം അമർനാഥ് തീർത്ഥാടന പാതയിലും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്ക് നേരെ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണത്തിലുള്ള ശ്രമങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിനും അത്തരത്തിൽ യാതൊരു അനിഷ്ട സംഭവവും ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ട്രയൽ റൺ, ഈ വാഹന വ്യൂഹങ്ങളുടെ ട്രയൽ റൺ അമർനാഥ് തീർത്ഥാടന പാതയിൽ നടത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അമർനാഥ് തീർത്ഥാടകരെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിലും മറ്റു പാതയിലും എങ്ങനെയായിരിക്കും തീർത്ഥാടകരുടെ വാഹന വ്യൂഹം സഞ്ചരിക്കുക എന്ന് കൃത്യമായി പരിശോധിക്കുന്നതിനും വിവിധ ഏജൻസികളുടെ ഏകോപനം എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്, അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് പരിശോധിക്കുന്നതിനൊരു ട്രയൽ റൺ ഇന്നലെയും ഇന്ന് പുലർച്ചെ വരെയുമുള്ള സമയങ്ങളിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിലും മറ്റു പാതയിലുമായി നടത്തിയിട്ടുണ്ട്. കൂടാതെ തീർത്ഥാടകരോട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായി സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ പാലിക്കണം, സംഘങ്ങളായി വേണം യാത്ര ചെയ്യാൻ തുടങ്ങി വളരെ കൃത്യമായി തീർത്ഥാടകർക്കുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് ഗുഹയിൽ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗത്തിൽ പ്രാർത്ഥന നടത്തുന്നതിനായി ഓരോ വർഷവും നിരവധി തീർത്ഥാടകരാണ് എത്താറുള്ളത്. മുൻകാലങ്ങളിൽ നമുക്കറിയാം, ഇത്തരത്തിൽ അമർനാഥ് തീർത്ഥാടന യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഭീകര സംഘടനകളുടെ വലിയ വെല്ലുവിളികളും അല്ലെങ്കിൽ തീർത്ഥാടന യാത്രയ്ക്ക് നേരെയുള്ള ഭീകരാക്രമണങ്ങൾ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും അമർനാഥ് തീർത്ഥാടന യാത്ര വളരെ വിജയകരമായി നടപ്പാക്കുന്നതിനും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയ്ക്കും ഭരണകൂടത്തിനും സാധിച്ചിട്ടുണ്ട്. ഇത്തവണ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശ്രദ്ധയും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് തീർത്ഥാടന യാത്രയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. അത് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഉൾപ്പെടെയുള്ളവർ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സൈന്യം, CRPF, ജമ്മു കാശ്മീർ പോലീസ്, സന്നദ്ധ പ്രവർത്തകർ ഇവരെയെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ളത്. ശരി ജിഷ്ണു.